നാട്ടിലുള്ളപ്പോൾ ഹറാമായ കാര്യങ്ങൾ ഗൾഫിൽ എത്തുമ്പോൾ ഹലാലാവുന്നത് എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നാട്ടിൽ നിന്ന് കൃത്യമായി നിഷ്ഠകൾ പാലിച്ച് ഗൾഫിലേക്ക് എത്തുമ്പോൾ അത് ഹറാമല്ല എന്നൊരു ബോധം ചിലരുടെ മനസ്സിലേക്ക് വരുന്നു. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം ബിഗ് ടിക്കറ്റ് എന്നതാണ്. നാട്ടിൽ ലോട്ടറിയെപ്പറ്റി ധാരാളം സംസാരിക്കുകയും അത് തെറ്റാണെന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ലെന്നും വാദിക്കുകയും സംസാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഗൾഫിലേക്ക് കടന്നു വരുമ്പോൾ ബിഗ് ടിക്കറ്റ് എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടിക്കറ്റുകൾ എന്ന പേരിൽ നിറക്കെടുപ്പിൻ്റെ അതേ രീതിയിൽ ലോട്ടറിയുടെ അതേ മാതൃകയിലുള്ള കാര്യങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നതാണ് ചൂതാട്ടമടക്കം അതേപോലത്തെ അതിൻ്റെ ഗണത്തിൽ വരുന്ന ഈ ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ കാര്യം അതിൽ ഹറാമാണ് എന്നത്. രണ്ടാമത്തെ കാര്യം എന്നതാണ്. കൃത്യമായി പള്ളിയിലേക്ക് പോവുകയും ജമാഅത്തിൽ പങ്കെടുക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ പക്ഷേ ജോലി തിരക്കും മറ്റു കാരണങ്ങളും പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഖളാ ആക്കുകയോ അത്തരം ഗൗരവമില്ലാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശരിയായ വിജയം നമസ്കാരത്തിലാണ് ലഭിക്കുന്നത്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്നത് നിസ്കാരം നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. പക്ഷേ അതും പലരുടെ ജീവിതത്തിലും നമ്മൾ ചിലപ്പോൾ അന്യനാടുകളിലെ ബംഗ്ലാദേശികളെയോ മറ്റുള്ളവരെയോ ചിലപ്പോൾ കുറ്റം പറയും. പക്ഷേ മലയാളികൾ തന്നെ ഒരുപാട് പേർ ഉപേക്ഷിക്കുന്നതായി നമുക്ക് കാണാം. ഈ ലിസ്റ്റിൽ മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായ അച്ചടക്കം എന്നതാണ്. സാമ്പത്തിക അച്ചടക്കം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അത് ഏതൊക്കെ ഫീൽഡിലാണ്? ഒന്ന്, കൃത്യമായ ശമ്പളങ്ങൾ കൊടുത്തു വീട്ടുന്നതിൽ. മുതലാളിമാരായി നിൽക്കുമ്പോൾ തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പളം കൊടുക്കുകയോ ബാക്കി വെക്കുകയോ അവരെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നൊരു സമ്പ്രദായം. അല്ലെങ്കിൽ കച്ചവടത്തിൽ കൂറുകൂടുകയും പറ്റിക്കുകയും ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായ ഷെയർ കൊടുത്തു വിട്ടുകയും ചെയ്യാത്തവർ തുടങ്ങിയ സാമ്പത്തികമായ വലിയ മേഖലകളിൽ സൂക്ഷ്മത പാലിക്കാതെ നാട്ടിൽ വലിയ പ്രമാണിമാരായോ അല്ലെങ്കിൽ പള്ളിയുടെ പ്രധാന കേന്ദ്രമായോ നിൽക്കുന്ന ആളുകൾ വരെ ഇത് ലംഘിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വലിയൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലോകത്തെവിടെയായാലും എവിടെ എത്തിയാലും നമ്മുടെ ഈമാനും നമ്മുടെ കർമ്മങ്ങളും മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ.